السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 1 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. മുനാഫിക്കുകളും യഹൂദരും സത്യവിശ്വാസികളിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, സത്യവിശ്വാസികളുടെ സ്വഭാവം എന്താണ്, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും പ്രത്യേകതകൾ എന്താണ്, അതിന് വിപരീതമായി മുനാഫിക്കുകളുടെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളും അവർക്കുള്ള നരകശിക്ഷയെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ വചനങ്ങളിൽ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങളിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو
الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളെക്കുറിച്ചും അൻസാറുകളെക്കുറിച്ചും അതിനുശേഷം വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചുമൊക്കെ സൂചിപ്പിക്കുകയും നിഫാഖിൻ്റെ കുഫറിൻ്റെ ആളുകളെക്കുറിച്ച് പറയുകയും പിശാച് എപ്രകാരമാണ് മനുഷ്യനെ കബളിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയും അവരുടെ വാസസ്ഥലം നരകമായിരിക്കും എന്ന് താക്കീത് നൽകുകയും ചെയ്തതിന് ശേഷം മൊത്തത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവതരമായ കാര്യങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകനെയും സത്യപ്പെടുത്തുകയും ചെയ്തവരെ. അതാണ് യാ അയ്യുഹല്ലദീന ആമനു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയ, ഖുർആനിലും ഹദീസിലും ഉള്ളതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. കാരണം അവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസത്തിലേക്കാണ് ആദ്യം വരേണ്ടത്. വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് സത്യമാണെന്ന് അംഗീകരിക്കുന്ന ആളുകൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. ഇത്തഖ യത്തഖി ഇത്തിഖാൻ, സൂക്ഷ്മത പാലിക്കുക, ഭയപ്പെടുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം. വൽ തൻളുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, വൽ തൻളുർ, അതുപോലെ നോക്കട്ടെ. നളറ യൻളുറു നളറൻ, നോക്കുക. വൽ തൻളുർ, നോക്കട്ടെ. നഫ്സുൻ, ഓരോ നഫ്സും, ഓരോ ആത്മാവും, ഓരോ മനുഷ്യനും നോക്കട്ടെ. എന്ത് നോക്കട്ടെ? മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വച്ചത് എന്ന്. ഖദ്ദമ യുഖദ്ദിമു തഖ്ദീമ, നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ലിൽ ആഖിറ, പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ എന്ത് പണിയാണ് എടുത്തു വെച്ചത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ. മരണാനന്തര ജീവിതത്തിലേക്ക് എന്ത് വിഭവങ്ങളാണ് ഒരുക്കി വെച്ചത് എന്ന് നോക്കട്ടെ. വത്തഖുല്ലാഹ്, വീണ്ടും പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ മുഫസ്സിരീങ്ങളും ഫുഖഹാക്കളും രേഖപ്പെടുത്തുന്നത്, മുഹാസബത്തുൻ നഫ്സിനെ, സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യുന്ന വിഷയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആയത്താണ് ഈ ആയത്ത് എന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മരണാനന്തര ജീവിതം എന്നത് നാളെ എന്നുള്ള നിലക്കാണ് ഈ ആയത്ത് പരിചയപ്പെടുത്തുന്നത്. മാ ഖദ്ദമത് ലിഗദിൻ, നാളെ. കാരണം നമുക്കാർക്കും അറിയില്ല നമ്മുടെ മരണം എപ്പോഴാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മളിൽ ആരെങ്കിലും മരണപ്പെട്ടേക്കാം, അടുത്ത നിമിഷങ്ങളിൽ മരണപ്പെട്ടേക്കാം. അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. നമുക്കാർക്കും ഗ്യാരണ്ടിയില്ല. വൈകുന്നേരമാകുമെന്നോ നാളെയാകുമെന്നോ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടാകുമെന്നോ ഒരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഖബറിൽ പോയി കിടക്കേണ്ടി വന്നാൽ അടുത്ത നിമിഷത്തിൽ നമ്മുടെ ജനാസ കൊണ്ടുപോവുകയും
നമ്മുടെ ശരീരത്തെ ഖബറിൽ വെക്കുകയും മുൻകർ നക്കീറാകുന്ന മലക്കുകൾ വരികയും ചെയ്താൽ എന്ത് ഉത്തരം പറയും? അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എന്ത് പറയും? എന്ത് വിഭവങ്ങളാണുള്ളത്? സത്യവിശ്വാസത്തിൽ നിന്നും സൽക്കർമ്മങ്ങളിൽ നിന്നും എന്താണ് കരുതി വച്ചിട്ടുള്ളത്? അത് നശിപ്പിക്കുന്ന വല്ലതും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം എന്നാണ്. അതാണ് ഇത്തഖുല്ലാഹ വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓരോ നഫ്സും നാളേക്ക് വേണ്ടി കരുതി വച്ചതെന്താണ് എന്ന് പരിശോധിക്കട്ടെ. വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. തഖ്വ കൊണ്ടുള്ള ഉപദേശം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതീവ സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇവിടെ ഉലമാക്കൾ പറഞ്ഞു 2 തവണ തഖ്വയെക്കുറിച്ച് പറയാനുള്ള കാരണം, ഒന്ന്, കഴിഞ്ഞുപോയ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. കാരണം ഓരോ ആളുകളും ആത്മപരിശോധന നടത്തുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്വർഗത്തിലേക്ക് വലിയ രൂപത്തിലൊന്നും ചെയ്തു വച്ചിട്ടില്ല. 1. 2, നരകം നിർബന്ധമായിത്തീരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന ഒരുപാട് ഹറാമുകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു നിർബന്ധമാക്കിയ ധാരാളം കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. 3 ലഭിക്കുന്നത് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ പാഴാക്കി കളയുന്ന മറ്റു തിന്മകൾ, ഗൈബത്ത് പോലെ, നമീമത്ത് പോലെയുള്ള ഒരുപാട് തെറ്റുകൾ വേറെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആറ്റിക്കുറുക്കി നോക്കുമ്പോൾ പരലോകത്ത് ഒന്നുമില്ലാതിരിക്കാനുള്ള സാധ്യത കാണുന്നു. എങ്കിൽ ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും തൗബ ചെയ്യുകയും ആത്മാർത്ഥമായി, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. പരലോകത്തേക്കുള്ള സമ്പാദ്യത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം തൗബയാണ്, ഇസ്തിഗ്ഫാറാണ്. കാരണം തൗബ ചെയ്താൽ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ. ശേഷം അമലുകൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും തൗബയോടുകൂടി ഒരാൾ മരിച്ചാൽ ആ വ്യക്തിക്ക് സ്വർഗത്ത് പോകാൻ കഴിയും. അതുകൊണ്ട് മൊത്തത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളെ വിലയിരുത്തി വിചാരണ ചെയ്ത് നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് പരിശോധിക്കുക. അപ്പോൾ കഴിഞ്ഞു പോയതിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം എന്നതാണ് ആദ്യം പറഞ്ഞ ഇത്തഖുല്ലാഹ്. 2 വീണ്ടും പറയുന്നു വത്തഖുല്ലാഹ് ഐ ഫിൽ മുസ്തഖ്ബൽ. ഇനി ഫ്യൂച്ചറിലും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു, തൗബ ചെയ്തു. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾ തെറ്റുകളിലേക്ക് പോവാതെ, ഹറാമിലേക്ക് പോവാതെ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇനി മുന്നോട്ട് നിങ്ങൾ ജീവിക്കുക. കുല്ലു ഇബ്നി ആദമ ഖത്താഉൻ, ആദമിൻ്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റും. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഖൈറായത് തൗബ ചെയ്യുന്നവരാണ്. അപ്പോൾ ഭാവിയിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ ജീവിതം, ലൈഫ്, അത് ഓരോന്നും അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി തൗബയോടുകൂടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഓരോ ദിവസവും ചെക്ക് ചെയ്യണം, നാളെ ഞാൻ ഖബറിലാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്? സാമ്പത്തിക ഇടപാടുകൾ, മനുഷ്യരോടുള്ള മറ്റ് ഇടപാടുകൾ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പൂർണ്ണതയിലാണോ, കൃത്യതയുണ്ടോ, ഞാൻ മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ ആയത്ത് പറയുന്നത്. അതിൻ്റെ തുടർച്ചയാണ് 19. വലാ തകൂനു, നിങ്ങൾ ഒരിക്കലും ആവരുത്. കാന യകൂനു കൗനൻ വലാ തകൂനു, നിങ്ങൾ ഒരിക്കലും ആവരുത്. കല്ലദീന, ഒരു ടീമിനെ പോലെ ആവരുത്. അവർ നിങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവണം. ആരാണ് അവർ? അവർ ഈമാനുള്ളവർ പോലെയല്ല. അവർ നസുല്ലാഹ, നസിയ യൻസ നിസിയാനൻ, നസുല്ലാഹ, അവർ അള്ളാഹുവിനെ മറന്നിരിക്കുന്നു. ഫഅൻസാഹും അൻഫുസഹും, അപ്പോൾ അള്ളാഹു അവർക്ക് അവരെ മറപ്പിച്ചു. അള്ളാഹുവിനെ അവർ മറന്നപ്പോൾ അവരെ അള്ളാഹു അവർക്ക് മറപ്പിച്ചു. അവരവരെ തന്നെ മറന്നുപോയി. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു അധർമ്മകാരികൾ. ഫാസിഖ്
ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ അൽ ഖുറൂജു മിന ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു കടക്കുന്നതിനാണ് ഫസഖ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ അധർമ്മം, തോന്നിവാസം, അനുസരണക്കേട്. ഫാസിഖ് അനുസരണക്കേട് കാണിക്കുന്നവൻ. ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു അധർമ്മകാരികൾ, തോന്നിവാസികൾ, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നവർ. അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാവരുത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണെന്ന് പറഞ്ഞു. അള്ളാഹുവിനെ മറന്നവർക്ക് കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളിൽ ഖേദവുമില്ല, പിന്നീട് നന്നാവാനിട്ട് ഉദ്ദേശവുമില്ല. അതാണ് നിസ്യാൻ എന്ന് പറയാം. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് തങ്ങൾ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ല, ഇനി നന്നാവാനിട്ട് ഉദ്ദേശവുമില്ല. എന്നാൽ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ കഴിഞ്ഞ ജീവിതത്തിൽ ഒരു വേള ഹറാമിലാണെങ്കിലും ഇനി ഞാൻ ശ്രദ്ധിക്കണമെന്ന് ചിന്തിക്കും, ഇനി ഞാൻ ശ്രദ്ധിക്കണമെന്ന് ചിന്തിക്കും. അതേപോലെ തന്നെ വേറെ ചിലർ ഇത്രയും കാലം നല്ലവരായിരുന്നു, പക്ഷേ ഇനി അത്രയൊക്കെ മതി എന്ന് വിചാരിക്കും. ഇത് രണ്ടു കൂട്ടരും അള്ളാഹുവിനെ മറന്നവരാണ്. അപ്പോൾ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഓർക്കുന്ന ആളുകൾ കഴിഞ്ഞുപോയ ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് റബ്ബിനോട് തൗബ ചെയ്യും. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. ഇതാകുന്നു ഏറ്റവും വലിയ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണത്. അതേപോലെ തന്നെ ഭാവിയിൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാം എന്ന് അവർ പറയും. അങ്ങനെ നിരന്തരം തൗബയിലൂടെയും സൽക്കർമ്മങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടും അവർ അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ അവർ ഖുർആൻ പാരായണം ചെയ്യും. അത് ഏറ്റവും വലിയ ദിക്റാണ്. മറ്റു പറയപ്പെട്ട പ്രഭാത പ്രദോഷ ദിക്റുകൾ അവർ ചൊല്ലിക്കൊണ്ടിരിക്കും. അവർ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കും, പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, വഅളുകളും ഉപദേശങ്ങളും കേൾക്കും, ദീന് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തും. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. അവർ 5 വക്ത് നമസ്കാരം നിലനിർത്തിക്കൊണ്ടിരിക്കും, നോമ്പ് നോൽക്കും, സക്കാത്ത് നൽകും. ഇങ്ങനെ നിരന്തരം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലാണ് അവരുണ്ടാവുക. എന്നാൽ മറ്റു ചിലർ അള്ളാഹുവിൻ്റെ ദിക്റിനെ അവഗണിച്ചവരാണ്. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ഹൃദയം കടുത്തുപോയ ആളുകൾ അവർ വ്യക്തമായ വഴികേടിലാണ്. അവരെപ്പോലെ നിങ്ങൾ ഒരിക്കലും ആവരുത്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ മറന്നാൽ സംഭവിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു മാനസികാവസ്ഥയാണ്. അതാണ് പറഞ്ഞത് അൻസാഹും അൻഫുസഹും. അള്ളാഹുവിനെ ഓർക്കുന്നവർക്ക് സ്വന്തത്തെ മറന്നുപോകും. അങ്ങനെയുള്ളവർ ലൈഫിൽ ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാൻ പ്രാപ്തരായിരിക്കില്ല. അള്ളാഹുവിനെ മറന്നാൽ മനുഷ്യന് ഞാൻ മനുഷ്യനാണ് എന്നത് തന്നെ മറന്നുപോകും. പിന്നെ അവൻ്റെ ജീവിതം മൃഗങ്ങളെപ്പോലെ ആയിരിക്കും. ഉലായിക കൽ അൻആം ബൽഹും അദൽ, അവർ കന്നുകാലികളെപ്പോലെയോ അതിനേക്കാൾ മോശമോ ആയിരിക്കും. കാരണം അവരൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, ഒരു വേവലാതിയും അവർക്കില്ല, ഒരു ആവലാതിയുമില്ല. അവർക്ക് അവരുടെ ജീവിത ലക്ഷ്യം മറന്നുപോയി. ആരാണ് എന്നെ സൃഷ്ടിച്ചത്, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, അവർ മറന്നുപോകും. മക്കളോടുള്ള ഉത്തരവാദിത്തം, ഇണകളോടുള്ള ഉത്തരവാദിത്തം, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം അവർ മറന്നുപോകും. ഖുർആനിനോടുള്ള നസീഹത്ത്, പ്രവാചകൻ്റെ സുന്നത്തിനോടുള്ള നസീഹത്ത്, അയിമ്മത്തുകളോടുള്ള നസീഹത്ത് എല്ലാം മറന്നുപോകും. ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ലൈഫായിരിക്കും. അള്ളാഹുവിനെ ഓർക്കുന്നവർ അടുക്കും ചിട്ടയുമുള്ളവരും അള്ളാഹുവിനെ മറന്നു പോകുന്നവർ അടുക്കും ചിട്ടയുമില്ലാത്തവരുമാകുന്നു. ഈ ദിക്റിൻ്റെ തോതനുസരിച്ച് ജീവിതത്തിൽ ഡിസിപ്ലിൻ കൂടും. ഡിസിപ്ലിൻ കുറയുന്നത് അള്ളാഹുവിനെ മറക്കുമ്പോഴും അദ്കാറുകളെ ഒഴിവാക്കുമ്പോഴുമാണ്. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും മറ്റു മുനാസബാത്തുകളിലുള്ള അഥവാ ഓരോ സന്ദർഭങ്ങളിലുമുള്ള ദിക്റുകൾ ഓർക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ചിട്ടയുണ്ടാകും, ഡിസിപ്ലിൻ ഉണ്ടാകും. ഇത് ഒഴിവാക്കിയാൽ പിശാച് അവരെ കീഴ്പ്പെടുത്തും. പിശാച് കീഴ്പ്പെടുത്തി കളഞ്ഞാൽ പിന്നെ പിശാച് പറയുന്നിടത്തിലേക്കാണ് അവർ സഞ്ചരിക്കുക. അവർക്ക് ലൈഫിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ അവരെ നയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർക്ക് അവരെ തന്നെ മറന്നുപോകും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് അതിൻ്റെ പ്രതിഫലം. നിങ്ങൾ അള്ളാഹനെ മറന്നാൽ
അള്ളാഹു നിങ്ങൾക്ക് സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളും മറപ്പിച്ച് കളയും. ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. പിന്നെ അവർ ഫാസിക്കുകളായിരിക്കും. വീട്ടിലും നാട്ടിലും എവിടെയും അവർ കുഴപ്പക്കാരായിരിക്കും. അങ്ങനെ നിങ്ങളാവരുത് എന്ന് ആരോടാണ് പറയുന്നത്? മുഅ്മിനുകളോട്. വിശ്വാസികൾ ഒരിക്കലും അങ്ങനെ ആവരുത്. അങ്ങനെ ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ യസ്തവി അസ്ഹാബുൻ നാർ വ അസ്ഹാബുൽ ജന്ന. നരകത്തിൻ്റെ ആളുകളും സ്വർഗത്തിൻ്റെ ആളുകളും ഒരുപോലെയല്ല. ഇസ്തവ യസ്തവി, ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഒരുപോലെയാവുക. ലാ യസ്തവി അസ്ഹാബുൻ നാർ, നരകത്തിൻ്റെ ആളുകളും വ അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകളും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗത്തിൻ്റെ ആളുകൾ ഹും, അവർ തന്നെയാണ് അൽ ഫായിസൂൻ, വിജയിക്കുന്നവർ. ഫാസ യഫൂസു ഫൗസൻ, വിജയിക്കുക. ഫായിസ് എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ. സാഹിബിൻ്റെ ജംആണ് അസ്ഹാബ്, ആളുകൾ, കൂട്ടുകാർ. അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ആളുകൾ, അസ്ഹാബുൻ നാർ എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ആളുകൾ. ഇരു കൂട്ടരും ഒരുപോലെയല്ല. കാരണം നരകം കത്തിയാളുന്ന നരകമാണ്. അവിടെ ഒരു സുഖസൗകര്യങ്ങളുമില്ല. കഠിനമായ തണുപ്പും കഠിനമായ ചൂടും, അതികഠിനമായ ചുടുവെള്ളവും, കുടലുപോലും കത്തിയെരിഞ്ഞു പോകുന്ന ഭക്ഷണവും, ശരീരം മുഴുവൻ വെന്തെരിയുന്ന അവസ്ഥയും, ജീവിതവുമില്ല, മരണവുമില്ല. അതുപോലെയാണോ സ്വർഗലോകം? അല്ല. സ്വർഗലോകം എന്ന് പറയുന്നത് സ്ഥിരവാസത്തിൻ്റെ ലോകമാണ്. കായ്കനികളും എല്ലാ നിലക്കുമുള്ള സുഖാനുഗ്രഹങ്ങളും, നല്ല നല്ല ഇണകളും, നല്ല നല്ല ഭക്ഷണങ്ങളും, മെത്തകളും, കൊട്ടാരങ്ങളും, അരുവികളും, പാലിൻ്റെയും തേനിൻ്റെയും മദ്യത്തിൻ്റെയും ശുദ്ധമായ വെള്ളത്തിൻ്റെയും എല്ലാം അരുവികളുള്ള, വ്യത്യസ്തങ്ങളായ സുഖാനുഗ്രഹങ്ങളുള്ള, വാർദ്ധക്യമില്ലാത്ത, ജരാനരകൾ ബാധിക്കാത്ത, രോഗമില്ലാത്ത, മരണമില്ലാത്ത സ്വർഗലോകവും നരകവും തമ്മിൽ വളരെ വലിയ വ്യത്യാസത്തിലാണ്. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് സ്വർഗത്തിൻ്റെ ആളുകളെന്നും, സ്വന്തത്തെ വിചാരണ ചെയ്തുകൊണ്ട് നിരന്തരം ശുദ്ധീകരിച്ച്, നിരന്തരം തൗബ ചെയ്ത്, നാളേക്ക് വേണ്ടി കരുതി വച്ചതിനെക്കുറിച്ച് നിരന്തരം ആലോചിച്ച് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ വ്യാപൃതരാക്കുന്ന ആളുകൾ സ്വർഗക്കാരും. ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധയില്ലാതെ, നാളേക്ക് വേണ്ടി എന്ത് കരുതിയെന്ന് നോക്കാതെ, കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ നരകത്തിൻ്റെ ആളുകളുമാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് നരകക്കാരെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടരുത്. മറിച്ച് അള്ളാഹുവിനെ ഓർത്ത് സ്വർഗത്തിൽ പോകുന്ന ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന, അൻസല യുൻസിലു ഇൻസാലൻ, ഇറക്കുക. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിൻ്റെ മേൽ നാം അവതരിപ്പിച്ചിരുന്നെങ്കിൽ, ഐ അലാ ഹജരിൻ, ഒരു വലിയ പാറക്കല്ല് കഷ്ണം. പർവ്വതം എന്ന് പറഞ്ഞാൽ പാറയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ലറഅയ്തഹു, നിശ്ചയം നബിയെ താങ്കൾക്ക് കാണാം, റഅയറാ റുയതൻ, കാണുക. ലറഅയ്തഹു, ആ പർവ്വതത്തെ താങ്കൾക്ക് കാണാം, ഖാശിഅൻ, തദല്ലുൽ, വിനയം കാണിക്കുന്നതായി. ഖശഅ യഖ്ശഉ ഖുശൂഅൻ, ഖുശൂ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിച്ചു ഒതുങ്ങുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ മുതസദ്ദിഅൻ, പൊട്ടിപ്പിളരുന്നത് കാണാം. തസദ്ദഅ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളരുക. തസദ്ദഅ യതസദ്ദഉ തസദ്ദുഅൻ. മുതസദ്ദിഅ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളരുക. വിനയം കൊണ്ടും ഭയപ്പാട് കൊണ്ടും പൊട്ടിപ്പിളരുന്നത് കാണാം. മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കൊണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടാൽ ഒരു പർവ്വതത്തിൻ്റെ മേൽ പർവ്വതം തവിടുപൊടിയായി പോകും പേടിച്ചിട്ട്. വതിൽക്കൽ അംസാൽ, ഈ ഉപമകൾ അള്ളാഹു പറയുന്നത്, അംസാൽ മസലിൻ്റെ ജംആണ് അംസാൽ. വതിൽക്കൽ അംസാലു, ഈ ഉപമകൾ അള്ളാഹു നദ്രിബുഹ, വിശദീകരിക്കുന്നു. ദറബ യദ്രിബു ദർബൻ, ദർബുൽ മിസാൽ എന്ന് പറഞ്ഞാൽ ഉപമ പറയുക. നദ്രിബുഹ ലിന്നാസ്, ഇത്തരം ഉദാഹരണങ്ങൾ ജനങ്ങൾക്ക് അള്ളാഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്തിന്? ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുവാൻ വേണ്ടി. തഫക്കറ യതഫക്കറു തഫക്കുറൻ, ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു ഉപമകൾ പറയുന്നു.
എന്താണ് ഈ ആയത്തിൻ്റെ പൊരുൾ? ഇബ്നു ജരീർ അത്ബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അതിന് തെളിവ് പറയുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ പറയണം. ഇപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് നമുക്കാണ്, മനുഷ്യരിലേക്കാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഇത് ഒരു പർവ്വതത്തിൻ്റെ മേൽ അവതരിപ്പിക്കപ്പെട്ടാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ചുറ്റിലുമുള്ള വലിയ പർവ്വതങ്ങൾ നോക്കുക. അങ്ങനെയുള്ളൊരു പർവ്വതത്തിനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തതെങ്കിൽ പർവ്വതമാകട്ടെ ശക്തമായ പാറക്കല്ലുകളാണ്. അതാണ് അല ഹജരിൻ എന്ന് പല മുഫസ്സിരിങ്ങളും അർത്ഥം പറഞ്ഞത്. വലിയ പാറക്കല്ലുകളാണ്, ശക്തമായ പാറക്കല്ലുകൾ. ആ പാറക്കല്ലും മനുഷ്യൻ്റെ ഹൃദയവും എത്ര വ്യത്യാസമുണ്ട്! ചെറിയൊരു മാംസക്കഷ്ണം, അത് കൈകൊണ്ട് പിടിച്ചാലിങ്ങനെ അമർന്നു പോകും, അത്രയും ദുർബലമാണ്. കല്ല് നമ്മളങ്ങനെ പിടിച്ചാൽ അമർന്നു പോവില്ല. അപ്പോൾ അതിൻ്റെ പ്രകൃതം, സൃഷ്ടിപ്പ് പോലും അങ്ങനെയാണ്. മനുഷ്യൻ്റെ ഹൃദയവും വളരെ ലോലമാണ്. ഇത് രണ്ടും താരതമ്യം ചെയ്യുക. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇതൊരു പർവ്വതത്തിനാണ് അവതരിപ്പിച്ചു കൊടുത്തതെങ്കിൽ ലറഅയ്തഹു, നിങ്ങൾക്ക് കാണാം ആ പർവ്വതത്തെ, ഖാശിഅൻ ഐ മുതദല്ലിലൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹി അലാ ഖസാവതിഹി, അത്രയും അതിന് ഉറപ്പുണ്ടെങ്കിൽ പോലും അത് വിനയപ്പെട്ട് പൊട്ടിപ്പോകുന്നതാണ് പർവ്വതം. അത്രക്കുറപ്പുണ്ടെങ്കിലും. എന്താ വിഷയം? അതാണ് ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത്, ഹദറൻ മിൻ അൻ ലാ യുഅദ്ദി ഹഖ്ഖല്ലാഹിൽ മുഫ്തറദ അലൈഹി ഫീ തഅളീമിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് നൽകേണ്ടുന്ന അവകാശം, നിർബന്ധമാക്കിയ അവകാശം, അത് തന്നെ പരിശുദ്ധ ഖുർആനിനെ മഹത്വപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്, അതുല്യമായ അള്ളാഹുവിൻ്റെ കലാമിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഗൗരവമാലോചിച്ചിട്ട് പർവ്വതം പൊട്ടിപ്പിളരും. കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി അതിബൃഹത്തായതും ഗൗരവതരവുമായ ഒരു അമാനത്താണ് ഏൽപ്പിക്കപ്പെടുന്നത്. ഖുർആൻ വലിയൊരു അമാനത്താണ്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുള്ള ഒരു വലിയ അമാനത്താണ്. ഈ ഖുർആനിനോടുള്ള അമാനത്ത് ആലോചിച്ചിട്ടാണ് പർവ്വതം തകർന്നു പോകുന്നത്. കാരണം ഈ ഖുർആനിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? അള്ളാഹുവിൻ്റെ കലാമാണ്. അതിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട്, അള്ളാഹു വിലക്കിയ കാര്യങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ മഹത്വം വിശദീകരിക്കുന്നുണ്ട്. അതിനെ ധിക്കരിക്കുന്നവർക്ക് മരണാനന്തര ജീവിതത്തിലുള്ള അതിഗൗരവതരമായ ശിക്ഷയെ നാനാവിധങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനനുസരിക്കുന്നവർക്കുള്ള സ്വർഗലോകത്തിൻ്റെ മനോഹാരിതയെ ഏറ്റവും ഭംഗിയായ ഭാഷയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പൂർവ്വകാല സമൂഹത്തിൻ്റെ ചരിത്രവും ആളുകൾ നശിപ്പിക്കപ്പെട്ടതും ധിക്കാരികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിലുണ്ട്. വരാനിരിക്കുന്ന ഖിയാമത്ത് നാളിൻ്റെ ഗൗരവതരമായ അടയാളങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെയുള്ള വേദഗ്രന്ഥമായ ഖുർആനിനോടുള്ള എൻ്റെ ഹക്ക് നിറവേറ്റാൻ പറ്റുമോ എന്ന് പേടിച്ചിട്ട് പർവ്വതം പൊടിഞ്ഞു പോകും. പക്ഷെ മനുഷ്യനൊരു കുലുക്കവുമില്ല. അവൻ നിരന്തരം ഖുർആൻ വായിക്കുന്നു, പഠിക്കുന്നു. ഖുർആനിൻ്റെ ആളുകളാണ്, ഖുർആനിൻ്റെ അഹ്ലുകാരാണ്, ഖുർആൻ അവരിലേക്കാണ് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ മനുഷ്യന് അതിനെക്കുറിച്ചുള്ള വലിയൊരു ഗൗരവമൊന്നുമില്ല. വഖദ് ഉൻസില അല ഇബ്ന ആദം വഹുവ അല ഇബ്നി ആദം വഹുവ ബിഹഖ്ഖിഹി മുസ്തഖിഫുൻ. ഖുർആനിനോടുള്ള ഹക്കിൻ്റെ വിഷയത്തിൽ അവർ മുസ്തഖിഫുകളാണ്, അവരതിന് ഗൗരവം കൊടുക്കുന്നില്ല. വഅൻഹു അമ്മാ ഫീഹി മിനൽ ഇബ്രി വദ്ദിക്രി മുഅരിദുൻ. ഖുർആനിലുള്ള ഗുണപാഠങ്ങളും ദിക്റിനെയും കുറിച്ച് അവർ മുഅരിദീങ്ങളാണ്, അവഗണിച്ച് തള്ളിയിരിക്കുന്നു. കഅല്ലം യസ്മഅഹ, അവർ ഖുർആൻ കേട്ടിട്ടില്ലാത്ത പോലെ. കഅന്ന ഫീ ഉദ്നൈഹി വഖറാ, അവരുടെ കാതുകളിൽ അടപ്പുള്ളതുപോലെ. ഒന്നും കേൾക്കുന്നോ പഠിക്കുന്നോ ഇല്ല. പഠിച്ചവർക്ക് പോലും കൃത്യമായി അതിനോടുള്ള അമാനത്ത് നിർവഹിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഖുർആനിൻ്റെ മഹത്വമാണ് അള്ളാഹു പറയുന്നത്. ഈ ഖുർആൻ മഹത്തായ ഒരു ഗ്രന്ഥമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. നിങ്ങളതിനെ ഗൗരവത്തിൽ കണ്ടോ? അതിലെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ഭയപ്പാട് നിങ്ങളിലേക്ക് വന്നോ? ഖുർആനിനോടുള്ള ഹക്ക് നിറവേറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? വർഷങ്ങളായി ഭൂമിയിൽ ജീവിച്ചിട്ടും ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഇന്നും ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ട്. നോക്കി ഓതാൻ പോലും അറിയില്ല. എന്തുകൊണ്ടറിയില്ല? പഠിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല, പഠിക്കാഞ്ഞിട്ടാണ്.
ഖുർആൻ നോക്കി ഓതാൻ പോലും പഠിക്കുന്നില്ല, അതിൻ്റെ തജ്വീദ് പോലും ശ്രദ്ധിക്കുന്നില്ല, ഹിഫ്ളാക്കാൻ ശ്രമിക്കുന്നില്ല, ഉള്ളടക്കമനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നാനാവിധേന നോക്കിയാലും മുസ്തഹിഫുകളാണ്, വീഴ്ച വരുത്തുന്നവരാണ്, ശ്രദ്ധിക്കാത്തവരാണ്. പക്ഷേ ഇത് കല്ലുകളുടെ മേലാണ് ഖുർആൻ അവതരിച്ചതെങ്കിൽ ഖുർആനിനോടുള്ള ബാധ്യത ആലോചിച്ചിട്ട് പൊട്ടിപ്പോകുന്നതാണ്, പർവ്വതം കഷ്ണമായി പോകും. അപ്പം അത്രക്കും വലിയൊരു അമാനത്താണ് ഖുർആൻ എന്നാണ് അള്ളാഹു ബോധ്യപ്പെടുത്തി തരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അന്നി അൻസൽതു ഹാദൽ ഖുർആന അലാ ജബലിൻ ഹമ്മൽതുഹു ഇയ്യാഹു തസദ്ദഅ വഖശഅ മിൻ സിഖലിഹി വമിൻ ഖശിയത്തില്ലാഹ് ഫഅമറല്ലാഹു അസ്സ വജല്ല അന്നാസ ഇദാ അൻസല അലൈഹിമുൽ ഖുർആൻ അൻ യഖുദൂഹു ബിൽ ഖശിയത്തി ശദീദതി വത്തഖശുഇ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹു പറയുന്നത് പർവ്വതത്തിൻ്റെ മേലെയാണ് ഇത് അവതരിപ്പിച്ചതെങ്കിൽ അതിൻ്റെ ഭാരം കൊണ്ട്, അതിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം കൊണ്ട്, ഖുർആനിൻ്റെ മഹത്വം കൊണ്ട് അത് കഷ്ണങ്ങളായിത്തീരും. അതുകൊണ്ട് അള്ളാഹു അതിലൂടെ പറയുന്നത്, കാരണം വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ, മനുഷ്യർ ചിന്തിക്കാൻ വേണ്ടിയാണല്ലോ അള്ളാഹു ഇത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരോട് അള്ളാഹു പറയാണ്, നിങ്ങൾ ഇതിനെ ഗൗരവത്തിലെടുക്കണം ഖുർആനിനെ. അൻ യഖുദൂഹു ബിൽ ഖശിയത്തി ശദീദതി വത്തഖശുഇ, അങ്ങേയറ്റത്തെ പേടിയോടുകൂടിയും തഖശുഓടുകൂടിയും നിങ്ങൾ ഖുർആനിനെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. യഥാർത്ഥ മുഅ്മിനുകൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കും. വഇദാ തുലിയത അലൈഹിം ആയാതുഹു, അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കും. വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, ഖുർആനിക വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അല്ലാഹു ആവർത്തിതമായ വചനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു, ഏറ്റവും അഹ്സനായ വാക്കുകൾ. സത്യവിശ്വാസികളുടെ തൊലികൾ അത് കാരണം വിറകൊള്ളുന്നതാണ് ഖുർആൻ പഠിക്കുമ്പോൾ. പിന്നെ അവരുടെ ഹൃദയങ്ങളും തൊലികളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് വിനയപ്പെട്ടു വരും. അപ്പോൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മറന്ന പോലെ ആവരുത്. ഏറ്റവും വലിയ ദിക്റിനെ കുറിച്ചാണ് പിന്നെ പറഞ്ഞത്. അള്ളാഹുവിനെ ഓർക്കാൻ, ഒരിക്കലും റബ്ബിനെ മറന്നു പോവാതിരിക്കാൻ ഏറ്റവും വലിയ ദിക്റായ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ദിക്റിനെ നാമാണ് അവതരിപ്പിച്ചത്. ഏതാണ് അദ്ദിക്റു വഹുവൽ ഖുർആൻ? ആ ഖുർആനിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഖുർആനുമായി നിരന്തരമായ ബന്ധം സ്ഥാപിക്കുന്നവർക്ക് അള്ളാഹുവിനെ മറക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഗൗരവതരമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നാണ്. വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, പണ്ഡിതന്മാർ പറഞ്ഞു, വഹാദിഹിൽ അഷ്യാഉ നുശബ്ബിഹുഹാ ലിന്നാസ് വദാലിക തഅരീഫുഹു ജല്ല സനാഉഹു ഇയ്യാഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് താരീഫ് നൽകുകയാണ് ഖുർആനിനെ. അന്നൽ ജിബാല അശദ്ദു തഅദീമൻ ലിഹഖിഹി, പർവ്വതങ്ങൾ പോലും ഏറ്റവും അശദ്ധായ തഅലീമ് ഖുർആന് നൽകും, ഖുർആന് മഹത്വം കൽപ്പിക്കും. മിൻഹും, മനുഷ്യരെക്കാൾ, മഅ ഖസാവതിഹ, അതിൻ്റെ അത്രയും ഖസാവത്ത്, കാഠിന്യമുണ്ടായിട്ടും. കല്ലുപോലെ കഠിനമായത് അല്ലാഹു പറഞ്ഞല്ലോ, സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക് ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. കാഠിന്യത്തിൻ്റെ ഉപമയാണ് പർവ്വതം, കരിങ്കല്ലുകൾ. ആ കരിങ്കല്ല് പോലും ഖുർആനിനോടുള്ള ഹക്ക് കാരണം പൊട്ടിപ്പിളരുന്ന ഒരവസ്ഥ ഉണ്ട്. എന്നിട്ടും നിങ്ങളെന്താണ് ഖുർആനിനൊരു മഹത്വം കൽപ്പിക്കാത്തത്? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങളെന്താണ് അള്ളാഹുവിനൊരു വഖാറത്ത് കൽപ്പിക്കാത്തത്? ആ വഖാറത്തുള്ളവർ ഖുർആനിനോട് മഹത്വം കൽപ്പിക്കും. ഖുർആനിനോട് നമുക്ക് മഹത്വം കൽപ്പിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നാം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ ഖുർആനിനെ സ്നേഹിക്കുന്നുണ്ടോ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ഖുർആനിനോടുള്ള നിങ്ങളുടെ സമീപനം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ഖുർആനിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നാണ് അടയാളം. ഖുർആനിനെ നിങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല എന്നാണ് അതിൻ്റെ അടയാളം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പരിശുദ്ധ ഖുർആനിനെ മഹത്വപ്പെടുത്തുകയും അതിൻ്റെ ഉള്ളടക്കമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.
ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആൻ അവതരിപ്പിച്ച റഹ്മാനായ റബ്ബിൻ്റെ മഹത്വം പറയാണ്. ഖുർആനിനെ മഹത്വപ്പെടുത്തുന്നവർ സത്യത്തിൽ അള്ളാഹുവിനെയാണ് മഹത്വപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നവർ ഖുർആനിനെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു ആരാണ് എന്നാണ് ഇനി പഠിപ്പിക്കുന്നത്. ഹുവല്ലാഹ്, അവനാകുന്നു അള്ളാഹു. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ലാ മഅബൂദ ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാതെ മഅബൂദില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് പുറമെ യഥാർത്ഥ പ്രകാരം ആരാധിക്കപ്പെടുന്ന ആരുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അവൻ്റെ റുബൂബിയത്തിലും അവൻ്റെ ഉലൂഹിയത്തിലും അവൻ്റെ അസ്മായിലും സിഫാത്തിലും ഏകപ്പെടുത്തുക. ഹുവല്ലാഹ്, അവനാകുന്നു അള്ളാഹു. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ആലിമുൽ ഗൈബി വശഹാദ, ആലിമുൽ ഗൈബ്, അവൻ അദൃശ്യമറിയുന്നവനാണ്. വശഹാദ, ദൃശ്യവും അറിയുന്നവനാണ്. എന്ന് പറഞ്ഞാൽ അൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അദൃശ്യമായത്, സൃഷ്ടികൾക്ക് അദൃശ്യമായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമേ അല്ല. ആലിമുൽ ഗൈബ്, ഇവിടെ അൽ ഗൈബ് ലിനിസ്ബത്തിൽ ഖൽഖ്, സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഗായിബായ കാര്യങ്ങൾ അള്ളാഹു അറിയുന്നു. ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹു ദൃശ്യവും അദൃശ്യവും അറിയുന്നു, എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അവനല്ലാതെ ആരാധ്യനില്ല. ഹുവർ റഹ്മാനുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനും റഹീമുമാകുന്നു. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമമായ കാരുണ്യമുള്ളവൻ, റഹീം എന്ന് പറഞ്ഞാൽ കരുണ ചെയ്യുന്നവൻ, കരുണാവാരിധി. രണ്ടും റഹ്മത്ത് എന്ന വാക്കിൽ നിന്ന് വന്ന അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകളാണ് അർ റഹ്മാൻ, അർ റഹീം. അർ റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ സ്ഥായിയായ ദാത്തിലുള്ള റഹ്മത്തിനെ സൂചിപ്പിക്കുന്നു. അള്ളാഹു റഹ്മത്ത് കാണിക്കുമ്പോഴും അള്ളാഹു റഹ്മത്ത് കാണിക്കാതിരിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ ശിക്ഷിക്കുമ്പോഴും അവനെന്ത് തന്നെയാണ്? അർ റഹ്മാനാണ്. അത് അള്ളാഹുവിൻ്റെ ദാത്തിലെ സ്ഥിരമായ സിഫത്താണ്. അള്ളാഹു അർ റഹ്മാനാണ്. അർ റഹീം എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടികളോട് റഹ്മത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനുള്ള ഇസ്മാണ് റഹീം. വകാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളോട് കാരുണ്യമുള്ളവനാകുന്നു. അപ്പോൾ അള്ളാഹു റഹ്മത്ത് കാണിക്കുമ്പോൾ അത് ഫിഅലിലേക്ക് വരുമ്പോൾ അള്ളാഹു റഹീമാണ്. ഫിഅലിലേക്ക് വന്നാലും ഇല്ലെങ്കിലും അള്ളാഹു അർ റഹ്മാനാണ്. അള്ളാഹു അർ റഹ്മാൻ അർ റഹീം. അതോടൊപ്പം അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനോടും ഇല്ലാത്തതിനോടും റഹ്മത്തി വസിഅത് കുല്ല ശൈ, എല്ലാറ്റിലും എൻ്റെ റഹ്മത്ത് വിശാലമാണ്. ആത്മാവുള്ളതിനോടും ഇല്ലാത്തതിനോടും മുഅ്മിനിനോടും കാഫിറിനോടും കാണിക്കുന്ന റഹ്മത്താണ്. ദുനിയാവിൽ അവിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട്. റഹ്മത്തി വസിഅത് കുല്ല ശൈ, മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അത് മുസ്ലിമിനും കിട്ടും അമുസ്ലിമിനും കിട്ടും. ഉപജീവനം അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അത് മുസ്ലിമിനും കിട്ടും അമുസ്ലിമിനും കിട്ടും. ഇപ്രകാരം എല്ലാവരിലേക്കും വ്യാപിച്ചു നിൽക്കുന്ന കാരുണ്യത്തെ സൂചിപ്പിക്കുന്നു. അർ റഹ്മാൻ സത്യവിശ്വാസികളോടും അള്ളാഹുവിനെ അനുസരിക്കുന്നവരോടും ഈ ലോകത്തും പരലോകത്തും അവൻ കാണിക്കുന്ന റഹ്മത്തിനെ അർ റഹീം എന്ന ഇസ്മും സൂചിപ്പിക്കുന്നു എന്ന് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സൃഷ്ടികളോട് അങ്ങേയറ്റം കരുണ കാണിക്കുന്ന ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ, ആ അറിയുന്ന അള്ളാഹു മാത്രമാണ് ആരാധ്യൻ. ഈ സിഫാത്തുകളും അസ്മാകളുമുള്ള റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. സൃഷ്ടികളെ ആരെയും ആരാധിക്കരുത്. ഒരാൾക്കും ഈ അസ്മാകളും സിഫാത്തുകളുമില്ല. അത് മുഖറബീങ്ങളായ മലക്കുകളാണെങ്കിലും മുർസലീങ്ങളായ അമ്പിയാക്കളാണെങ്കിലും ശരി, അവർക്കാർക്കും ഈ ഇസ്മുകളില്ല, അവർക്കാർക്കും ഈ സിഫാത്തുകളില്ല. ഒരു ജിന്നിനുമില്ല, ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലാഹ്, അവനാകുന്നു അല്ലാഹു. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല. ഇനി അള്ളാഹുവിൻ്റെ ധാരാളം ഇസ്മുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒന്ന് അൽ മലിക്കു, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മലിക്കാണ്, ഉടമസ്ഥനാണ്, രാജാവാണ്. സമസ്ത പ്രപഞ്ചത്തിൻ്റെയും മിൽക്ക്, ഉടമസ്ഥത അത് അല്ലാഹുവിനാണ്. ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ഉടമസ്ഥത അല്ലാഹുവിനാണ്.
അവൻ മാലിക്കും മലിക്കുമാണ്, ഉടമസ്ഥനും രാജാവുമാണ്. മലിക്കിന്നാസ്, അതാണ് അൽ മലിക്കു. മാലിക്കുൽ മുലൂക്കാണവൻ, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്. അൽ ഖുദ്ദൂസു, ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ, പരമപരിശുദ്ധൻ. ഖുദ്ദൂസാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അവൻ പരിശുദ്ധി വാഴ്ത്തപ്പെടുന്നവനാണ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഖദ്ദസ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാവുക എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂനതകളിൽ നിന്നും, ഐബുകളിൽ നിന്നും, പോരായ്മകളിൽ നിന്നും മുക്തനും സകല സിഫാത്തുകളുടെയും ഉടമസ്ഥനുമാണ് അല്ലാഹു എന്ന് സൂചിപ്പിക്കുന്ന വേർഡാണെന്ത്? അൽ ഖുദ്ദൂസ്. പരമപരിശുദ്ധനാണ്, ന്യൂനതകളിൽ നിന്ന് മുക്തനാണ്, എല്ലാ ഉന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനാണ്. അതാണ് അൽ ഖുദ്ദൂസ്. അസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സലാമാണ്. എന്താണ് അസ്സലാം എന്ന് പറഞ്ഞാൽ? ഹുവല്ലദീ യസ്ലമു ഖൽഖുഹു മിൻ ദുൽമിഹി. സൃഷ്ടികൾക്കെല്ലാം അവൻ്റെ ദുൽമിൽ നിന്ന് സമാധാനം. അല്ലാഹു സമാധാനമാണ്. അവൻ സൃഷ്ടികളോട് ദുൽമ് കാണിക്കൂല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അണുമണി തൂക്കം ദുൽമ് കാണിക്കൂല. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സലാം ഐ മിൻ ജമീഇൽ ഉയൂബി വൻ നഖായിസ്, എല്ലാ ഐബുകളിൽ നിന്നും കുറവുകളിൽ നിന്നും അവൻ സുരക്ഷിതനാണ്. അസ്സലാം സുരക്ഷിതനാണ്, അവനൊരു ഐബുമില്ല, ഒരു നഖ്സുമില്ല, ഒരു കുറവുമില്ല. അതോടൊപ്പം സൃഷ്ടികൾ അവൻ്റെ ദുൽമിൽ നിന്ന് സൃഷ്ടികളും സുരക്ഷിതരാണ്. അത് സൂചിപ്പിക്കുന്ന ഇസ്മാണ് അസ്സലാം. അതാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം എന്ന് പറയുന്നത്. നീ അസ്സലാമാണ്, അതുകൊണ്ട് നിന്നിൽ നിന്ന് അസ്സലാം മാത്രമേ ഉള്ളൂ. അൽ മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മുഅ്മിനാണ്. എന്താണ് അൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? അല്ലദീ യുഅമ്മിനു ഖൽഖഹു മിൻ ദുൽമിഹി, സൃഷ്ടികൾക്ക് നിർഭയത്വം നൽകുന്നവൻ. അമ്ൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം, അമ്മന എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകുക. മുഅ്മിൻ എന്ന വാക്കിന് നിർഭയത്വം നൽകുന്നവൻ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനാണെന്ന് പറഞ്ഞാൽ അല്ലദീ യുഅമ്മിനു ഖൽഖഹു മിൻ ദുൽമിഹി, സൃഷ്ടികൾക്ക് തൻ്റെ ദുൽമിൽ നിന്ന് നിർഭയത്വം നൽകുന്നവനാണ് അല്ലാഹു. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു, അവർക്ക് നിർഭയത്വമുണ്ട്. അതോടൊപ്പം അൽ മുഅ്മിൻ എന്നതിന് അൽ മുസദ്ദിഖു, സത്യപ്പെടുത്തുന്നവൻ. ആരെ? അവൻ്റെ അമ്പിയാക്കളെയും റസൂലുകളെയും സത്യപ്പെടുത്തുന്നവൻ, വിശ്വാസികളുടെ വിശ്വാസത്തെ സത്യപ്പെടുത്തുന്നവൻ, നമ്മുടെ ഈമാനിനെ, നമ്മുടെ യഖീനിനെ, നമ്മുടെ കർമ്മങ്ങളെ സത്യപ്പെടുത്തി സ്വീകരിക്കുന്നവൻ. അപ്പോൾ അല്ലാഹു നിർഭയത്വം നൽകുന്നവനും പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും സത്യപ്പെടുത്തുന്നവനുമാണ്. അതാണ് അൽ മുഅ്മിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൽ മുഹൈമിൻ, മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അഷ്ഷഹീദ്, അവന് സാക്ഷിയാണ്. റഖീബുന്, സൃഷ്ടികളുടെ മേൽ എപ്പോഴും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനാണ്. അപ്പോൾ മുഹൈമിൻ എന്ന വാക്കിൻ്റെ അർത്ഥം സൃഷ്ടികളുടെ മേൽ നിരന്തരമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു നിരീക്ഷണ സ്ഥാനത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നു. അവനിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ആ നിലക്ക് സൃഷ്ടികളുടെ മേൽ സദാസമയവും ഷാഹിദായി, ഷഹീദായി, സാക്ഷിയായി നിലകൊള്ളുന്നവൻ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ്. ആ അർത്ഥം വരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മാണ് അൽ മുഹൈമിൻ. അൽ അസീസ് ഐദുൽ ഇസ്സ, പ്രതാപവാൻ എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാൻ കഴിയില്ല, അവൻ എല്ലാവരെയും തോൽപ്പിക്കുന്നവനാണ്. അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, എന്നാൽ അള്ളാഹു എല്ലാവരെയും തോൽപ്പിക്കുന്നവനാണ്. അവനെ എതിർത്ത് നിൽക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. വല്ലാഹു അസീസു ദൂ ഇന്തിഖാം, അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ശിക്ഷാ നടപടിയെടുക്കുന്ന അസീസാണ്, പ്രതാപിയാണ്. അൽ ജബ്ബാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ജബ്ബാറാണ്. എന്താണ് അൽ ജബ്ബാർ? അൽ മുസ്ലിഹു ഉമൂറ ഖൽഖിഹി, സൃഷ്ടികളുടെ കാര്യങ്ങൾ നേരെയാക്കുന്നവൻ, നന്നാക്കുന്നവൻ, അങ്ങനെ ഒരർത്ഥം ആ വാക്കിനുണ്ട്. അതോടൊപ്പം ജബറ ഖൽഖഹു അലാ മാ യശാഉ മിൻ അംരിഹി, താൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ സൃഷ്ടികളെ കീഴ്പ്പെടുത്തുന്ന സ്വേച്ഛാധിപതിയാണ് അൽ ജബ്ബാർ. താൻ ഉദ്ദേശിച്ച വിഷയങ്ങളിൽ സൃഷ്ടികളെ കീഴ്പ്പെടുത്തും.
വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവ് ഉദ്ദേശിക്കാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് ഉദ്ദേശിച്ച് നടപ്പിലാക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ ഇച്ഛ എന്താണോ അത് നടപ്പിലാക്കും. ഫഅാലുൽ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യും. അവനെ തടുക്കാൻ കഴിയില്ല, അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. വഹുവ യുജീറു വലാ യുജാറു അലൈഹി, അവൻ അഭയം നൽകും, അവനെതിരിൽ അഭയം നൽകാൻ ആർക്കും കഴിയില്ല. അതാണ് അൽ ജബ്ബാർ. സൃഷ്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ, അവരുടെ മസ്ലഹത്തിന് വേണ്ടി നിലകൊള്ളുന്നവൻ, അതോടൊപ്പം സ്വേച്ഛാധിപതിയായ സ്രഷ്ടാവ്. അതാണ് അൽ ജബ്ബാർ. അൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്ന് പറഞ്ഞാൽ അൽ അലീമുൽ മുതആലി, അലീം മഹത്വമേറിയവൻ, ഔന്നിത്യമേറിയവൻ. അൻ സിഫാത്തിൽ ഖൽഖ്, സൃഷ്ടികളുടെ ഒരു സിഫത്തുമില്ലാതെ അതിൽ നിന്നൊക്കെ ഔന്നിത്യമേറിയവൻ. അൽ മുതഫർരിദു ബിൽ അളമതി വൽ കിബ്രിയ, അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥൻ. സൃഷ്ടികൾക്ക് അഹങ്കരിക്കാൻ പറ്റൂല. അഹങ്കരിക്കുന്നത് അള്ളാഹു പറയുന്നത് അൽ കിബ്റു റിദാഇ, അഹങ്കാരം എൻ്റെ റിദ ആണ്. കാരണം റഹ്മാനായ റബ്ബ് സൃഷ്ടികൾക്ക് അഹങ്കാരം പാടില്ലാത്തത് അവർക്കതിന് അർഹതല്ലാഞ്ഞിട്ടാണ്. റഹ്മാനായ റബ്ബ് ആ നിലക്ക് മഹത്വമേറിയവനും അൽ മുൽക്ക് അല്ലദീ ലാ യസൂലു സുൽത്താനുഹു, ഒരിക്കലും തൻ്റെ സുൽത്താൻ നീങ്ങിപ്പോവാത്തവനാണ്. മുതകബ്ബിർ, സൃഷ്ടികളുടെ സുൽത്താൻ നീങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഹാറൂൺ റഷീദിൻ്റെ ദുആയിൽ കാണാം, ആധിപത്യം നീങ്ങിപ്പോവാത്ത റബ്ബേ, ആധിപത്യം നീങ്ങിപ്പോകുന്നവരായ എന്നോട് നീ കരുണ കാണിക്കണേ. അദ്ദേഹം വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കെ നടത്തിയ ദുആണ്. എത്ര വലിയ ചക്രവർത്തിയും എത്ര വലിയ രാജാവും സ്ഥാനം നീങ്ങി മാറിപ്പോവണം. ഒരിക്കലും മാറിപ്പോവാത്ത സുൽത്താൻ അല്ലാഹുവിനാണ്. അതാണ് അൽ മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രിക്കുൻ. ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹു ഉണ്ടായിരിക്കെ മനുഷ്യരോടും വലിയകളോടും അമ്പിയാക്കളോടുമൊക്കെ, കല്ലുകളോടും മരങ്ങളോടും മലക്കുകളോടും ജിന്നുകളോടും വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരെ ആരാധിക്കുന്ന ആളുകൾ എത്ര മോശമായ അവസ്ഥയിലാണ്. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രിക്കൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. അമ്മാ യുശ്രിക്കൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും. ഹുവല്ലാഹ്, അവനാകുന്നു അള്ളാഹു. അൽ ഖാലിഖു, സ്രഷ്ടാവ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്രഷ്ടാവ്. അൽ ബാരിഉ, ബറഅ യബ്റഉ ബറഅൻ വബുറുഅ. ബറഅ എന്ന് പറഞ്ഞാലും സൃഷ്ടിക്കുക, നിർമ്മിക്കുക, നിർമ്മിച്ചുണ്ടാക്കുക. അള്ളാഹു ഖാലിഖും ബാരിഉമാണ്. അൽ മുസവ്വിറു, രൂപം നൽകുന്നവനാണ്. സവ്വറ യുസവ്വിറു തസ്വീറ, രൂപം, സൃഷ്ടികൾക്ക് രൂപം നൽകുക. വ്യത്യസ്തങ്ങളായ സൃഷ്ടികൾ, എന്തൊക്കെ രൂപങ്ങളും ഭാവങ്ങളുമാണ്. ആരാണിതിന് രൂപം നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. പക്ഷേ അള്ളാഹുവിന് വേറെയും ഒരുപാട് നല്ല നല്ല പേരുകളുണ്ട്. ലഹു, അള്ളാഹുവിനുണ്ട് അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. ഇസ്മിൻ്റെ ജംആണ് അസ്മാ, അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല പേരുകളും റഹ്മാനായ റബ്ബിനുണ്ട്. ആ പേരുകളിൽ ധാരാളം സിഫാത്തുകളും ഉൾക്കൊള്ളുന്നുണ്ട്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു. സബ്ബഹ യുസബ്ബിഹു തസ്ബീഹൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി അവന് ഹംദ് ചെയ്യുന്നു. ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളതുമെല്ലാം. വഹുവ, അവൻ അൽ അസീസു ദുൽ ഇസ്സ, പ്രതാപിയാണ്. അൽ ഹക്കീം ദുൽ ഹിക്മ, ഹിക്മത്തുള്ളവനുമാണ്, അഗാധജ്ഞനാണ്, നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനാണ്, അഗാധജ്ഞനാണ്, സൂക്ഷ്മജ്ഞാനിയും തത്വജ്ഞനുമാണ്. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു പ്രതാപിയും അഗാധജ്ഞനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബൃഹത്തായ അധ്യായത്തെ അവസാനിപ്പിക്കുന്നത്. ഗംഭീരമായ ഒരു അവസാനിപ്പിക്കലാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നത് തത്തുല്യമായ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യമല്ല എന്നാണ്. കാരണം ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമാണ്. ആ ഇൽമ് നേടുന്ന മാർഗങ്ങളിൽ ഏറ്റവും വലിയ മാർഗം അള്ളാഹുവിൻ്റെ അസ്മാവും സിഫാത്തും മനസ്സിലാക്കലാണ്. അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അൽഹംദുലില്ലാഹ്, ഈ ഉള്ളവൻ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയുടെ വിശദീകരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പരിശോധിച്ചാൽ കാണാം.
30-ലധികം അസ്മാകൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിശദീകരണങ്ങളും വരും. അതിലോരോ ഇസ്മുകളും അത് ഉൾക്കൊള്ളുന്ന അർത്ഥവ്യാപ്തി, ആ ഇസ്മിൽ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ സിഫാത്തുകളൊക്കെ ഗംഭീരമാണ്. ഖുർആനിൽ അത് നിറഞ്ഞു നിൽക്കുന്നു. തൗഹീദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അള്ളാഹുവിൻ്റെ അസ്മാകൾ മനസ്സിലാക്കുക. അതിൽ തെറ്റിയപ്പോഴാണ് മുശ്രിക്കുകൾ അവർ ഷിർക്കിലേക്ക് പോകാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് അസ്മാഉ അൽ ഹുസ്ന പഠിക്കാതെ പോയതാണ്. വൈദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ ഖാലൂ വമർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഈ റഹ്മാൻ ആരാണ്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ബിസ്മില്ലാ എന്ന് എഴുതിക്കോ, റഹ്മാൻ റഹീം എന്നുള്ളത് വെട്ടണം എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്, റഹ്മാൻ റഹീം അറിയില്ല എന്ന് പറഞ്ഞു. അതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അസ്മാഉകൾ സിഫാത്തുകൾ പഠിക്കുമ്പോൾ തൗഹീദ് ക്ലിയറാവും. അതുകൊണ്ടാണ് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്നിങ്ങനെ തൗഹീദുൽ ഉലൂഹിയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ തൗഹീദുൽ അസ്മാഇ വസിഫാത്തും തൗഹീദുർ റുബൂബിയത്തും ഒക്കെ അള്ളാഹു ഇങ്ങനെ വിശദീകരിച്ചത്. ഈ തൗഹീദ് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കുന്നവർക്ക് ഖുർആനിൻ്റെ ഗാംഭീര്യം മനസ്സിലാകും. ഇത് രണ്ടിൻ്റെയും ഗൗരവം അറിയുന്നവർക്ക് ജീവിതത്തിൻ്റെ ഗൗരവം മനസ്സിലാകും. അപ്പോൾ അവർ നാളേക്ക് വേണ്ടി എന്താണ് കരുതിയത് എന്നവർ പരിശോധിക്കും, ആത്മവിചാരണ നടത്തും. കഴിഞ്ഞു പോയതിൽ തൗബ ചെയ്യുകയും മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ പ്ലാനിങ്ങുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒരിക്കലും അവർ മുനാഫിക്കുകൾ, പിശാചിൻ്റെ വഞ്ചനയിലകപ്പെട്ട മുനാഫിക്കുകളെപ്പോലെ അവർ ആവൂല. മറിച്ച് അവർ മുഹാജിറുകളെപ്പോലെയും അൻസാറുകളെപ്പോലെയും ഈ മഹായാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുഹമ്മദ് നബിയെ അവർ പിൻപറ്റും. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്നത് സ്വീകരിക്കൂ, റസൂല് വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കൂ. അത് അക്ഷരാർത്ഥത്തിൽ പിൻപറ്റിയ മുഹാജിറുകൾ, അൻസാറുകൾ, അതിനുശേഷം വന്ന താബീങ്ങളും തബഉ താബീങ്ങളും ഈ ആളുകളെപ്പോലെ ആവാൻ അവർ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വമ്പിച്ച വസീയത്തുകൾ വിശ്വാസികൾക്ക് നൽകിക്കൊണ്ട് പ്രപഞ്ച സൃഷ്ടാവും പരമകാരുണ്യകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു സൃഷ്ടികളുടെ മേൽ, പ്രത്യേകിച്ചും നമ്മുടെ മേൽ ചെയ്തു തന്നിട്ടുള്ള വമ്പിച്ച അനുഗ്രഹമാണ് ഈ അധ്യായവും മറ്റു അധ്യായങ്ങളുടെ കൂടെ ഈ ഒരു അധ്യായത്തിൻ്റെ തഫ്സീറും ഇതേപോലെ ഇരുന്ന് പഠിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും അവസരം നൽകി. ഈ നിഅമത്തിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഖിയാമത്ത് നാളിൽ അല്ലാഹു ചോദിക്കും എന്ന ബോധ്യത്തോടുകൂടി ഈ അധ്യായത്തിലൂടെ ലഭിച്ച അറിവുകളെ പരമാവധി ജീവിതത്തിൽ അമലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ അമലാക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.